ذلك لمن خشي ربه. ഈ സംതൃപ്തി അല്ലാഹു നൽകുന്നത് ലിമൻ ഖശിയ റബ്ബഹു, തന്റെ രക്ഷിതാവിനെ ആരാണോ പേടിച്ചത് അവർക്കാണ്. പേടിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് സംഭവിക്കുമ്പോൾ പേടിക്കണം, തെറ്റ് സംഭവിക്കുമോ എന്ന് പേടിക്കണം, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രതീക്ഷിക്കണം. പക്ഷേ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം എപ്പോഴാണോ എപ്പോഴും ആർക്കാണോ ഉള്ളത് അവർക്കാണ് അള്ളാഹുവിന്റെ സംതൃപ്തി ലഭിക്കുന്നത്. അള്ളാഹു നൽകുന്ന ഈ സംതൃപ്തിയാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പടച്ചവൻ എന്നിൽ സംതൃപ്തനാണ്. വിഷമങ്ങൾ വന്നാലും അള്ളാഹുവെ, പരീക്ഷണങ്ങൾ നീ നൽകിയാൽ പോലും നിനക്ക് ഞങ്ങളോട് ദേഷ്യമില്ലെങ്കിൽ അള്ളാഹുവെ, ഇതൊക്കെ ഞങ്ങൾ സഹിക്കാൻ ഒരുക്കമാണ്. അഷ്റഫുൽ ഖൽഖിന്റെ കാലിന് ചോര വന്നപ്പോൾ ദുആ ചെയ്ത പ്രാർത്ഥന അതാണ്. ത്വായിഫിൽ വിഷമിച്ചപ്പോൾ പ്രാർത്ഥിച്ചത് അതാണ്. ലക്കൽ ഉത്ബ ഹത്താ തർളാ ഇല്ലം യകും ബിക ഗളബൻ ഫലാ ഉബാലി. അല്ലാഹുവേ, നിനക്കെന്നോട് ദേഷ്യമില്ലെങ്കിൽ ഈ വേദനയൊക്കെ ഞാൻ സഹിച്ചോളാം. നീ എന്നോട് കുപിതനല്ലെങ്കിൽ, നിനക്കെന്നോട് ഇഷ്ടമാണെങ്കിൽ ഈ വേദനകളെല്ലാം ഞാൻ സഹിച്ചോളാം. അല്ലാഹ്, നീ എന്നോട് ദേഷ്യപ്പെടരുത് കേട്ടോ, നീ എന്നോട് ദേഷ്യപ്പെടരുത്. ഈ അള്ളാഹുവിന്റെ മർളാത്ത്, അള്ളാഹുവിന്റെ തൃപ്തി പരിശുദ്ധ റമദാൻ കഴിഞ്ഞു പോകുമ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബ് എന്നോട് പൊരുത്തപ്പെട്ടിരിക്കണം? മനസ്സിനുള്ളിലേക്ക് വരുന്നുണ്ടോ എന്റെ റബ്ബ് എന്നിൽ സംതൃപ്തനായിരിക്കണം? മനസ്സിനുള്ളിലേക്ക് ഒരാഗ്രഹം വരുന്നുണ്ടോ എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് കൊതിയുണ്ട്? من أحب لقاء الله أحب الله لقاءه ومن كره لقاء الله كره الله لقاءه. من أحب لقاء الله, അല്ലാഹുവിനെ കാണണമെന്ന് ആരൊക്കെയാണോ കൊതിക്കുന്നത്, അഹബ്ബല്ലാഹു ലിഖാഅഹു, അവരെ കാണാൻ അല്ലാഹു കൊതിക്കും. ആരാണോ അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നത് അവരെ കാണാൻ അള്ളാഹുവിന് കൊതിയുണ്ട്. വമൻ കരിഹ ലിഖാഅ അല്ലാഹി കരിഹ അല്ലാഹു ലിഖാഅഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആരാണോ വെറുക്കുന്നത് അവരെ കാണാൻ അള്ളാഹുവിനും വെറുപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുമ്പോ, മരിക്കാൻ കിടക്കുമ്പോ, വാ കർബാ വാ സൗജാ, എന്റെ സങ്കടമേ, എന്റെ ഭർത്താവിന്റെ വിയോഗമേ എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ഭാര്യയോട്, വാ സഅദാ വാ ഫർഹാ ഗദൻ നൽഖൽ ഹബ്ബ മുഹമ്മദൻ വസുഹ്ബ. എന്തിന് പെണ്ണെ നീ കരയണം? ഭർത്താവ് പറഞ്ഞു കൊടുക്കുക ഭാര്യയോട്, നീ എന്തിനായി കരയുന്നത്? നാളെയാണ് നമ്മൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ കാണാൻ പോകുന്നത്. നാളെയാണ് ഞാൻ മരിച്ചാൽ ഞാൻ എന്റെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ്. മുഹമ്മദൻ വസഹ്ബ, മുഹമ്മദ് നബി തങ്ങളെയും അവിടുത്തെ സ്വഹാബികളെയും കാണാൻ പോകുന്ന പോക്കല്ലേ ഞാൻ ഈ പോകുന്നത്. എന്തിനാ നീ കരയുന്നത്? എനിക്ക് കരയാൻ തോന്നുന്നില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, എന്റെ റബ്ബിനെ കാണാൻ എനിക്ക് കൊതിയുണ്ടെന്ന് ആഗ്രഹിക്കുന്നവരെ അവരെ കാണാൻ അല്ലാഹുവിന് കൊതിയുണ്ട്. ഇത് പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, കുല്ലുനാ നക്റഹുൽ മൗത്ത്, ഞങ്ങൾക്കൊക്കെ മരിക്കൽ വെറുപ്പാണല്ലോ നബിയേ. ഞങ്ങൾക്കൊക്കെ അത് വെറുപ്പാണല്ലോ, ഞങ്ങൾക്കൊക്കെ അത് വെറുപ്പാണല്ലോ നബിയേ. പിന്നെ എങ്ങനെ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെടാൻ ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? ഞങ്ങൾക്ക് മരിക്കാൻ ഇഷ്ടമല്ലല്ലോ. ആയിഷ ബീവി, അത് സ്വാഭാവികമാണ്. മരണം എല്ലാവർക്കും വെറുപ്പുണ്ട്. പക്ഷേ മരണം ആസന്നമാകുന്ന നേരത്ത് സത്യവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പ്രത്യേകമായ മാലാഖമാരെ അയച്ചു കൊടുക്കുകയും സ്വർഗത്തിന്റെ ഫോട്ടോ, സ്വർഗത്തിന്റെ പിക്ചർ, കാണാൻ പോകുന്ന, അനുഭവിക്കാൻ പോകുന്ന ലോകത്തിന്റെ ഒരു മിനിയേച്ചർ അല്ലാഹു മരിക്കാനിരിക്കുന്ന ആളുകൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ, ഞാൻ അങ്ങോട്ട് വരാൻ ഒരുക്കമാണ്, ഞാൻ അങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുന്ന ഒരു നേരത്ത് ഇങ്ങോട്ട് വന്നോളൂ എന്ന് അല്ലാഹു പറയുമെന്നാണ് ഈ ഹദീസിന്റെ സാരമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിൽ നിന്ന് വിട പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ സെൻസുകളൊക്കെ
ഈ കാണുന്ന ലിമിറ്റുകളൊക്കെ ഭേദിച്ചുകൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന. നമുക്ക് മാലാഖമാരെ കാണാൻ പറ്റുന്നില്ല, പക്ഷെ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന് മലക്കുകളെ കാണാൻ പറ്റുന്ന. മരിച്ചു കഴിഞ്ഞാൽ തന്നെ കാണും, മരണത്തിന് മുമ്പ് തന്നെ കാണാൻ തുടങ്ങും. മരണത്തിന് മുമ്പ് കാണുന്ന, ഏകദേശം മരണത്തോടടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സെൻസുകൾ, നമ്മുടെ സെൻസറി ഫാക്കൽറ്റി, ഇതിൻ്റെയൊക്കെ ഡൈമെൻഷൻസ്, അതിൻ്റെയൊക്കെ പരിധികളൊക്കെ വർദ്ധിക്കുകയാണ്. പിന്നെ കാണാൻ പറ്റാത്തൊക്കെ കാണാൻ തുടങ്ങും. സ്വർഗം കണ്ടുകൊണ്ട് പോകുന്നവരുണ്ട്, നരകം കണ്ടുപോകുന്നവരുണ്ട്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. യുസബ്ബിതുല്ലാഹു അല്ലദീന ആമനൂ ബിൽഖൗലി الثابت في الحياة الدنيا وفي الآخرة. അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുന്ന ആളുകളെ ഈ ലോകത്തും നാളെ പരലോകത്തും അള്ളാഹു പിടിച്ചു നിർത്തും. സ്റ്റെബിലിറ്റി അള്ളാഹു നൽകും. ഒരിക്കലും അൺഷേക്കബിൾ ഫെയ്ത്ത്, അനങ്ങാത്ത ആടിയുലയാത്ത വിശ്വാസം അള്ളാഹു നൽകും. ലല്ലദീന ആമനൂ, സത്യവിശ്വാസികൾക്ക്. അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വലിയ ബേജാറിലാണ് നമ്മുടെയൊക്കെ ജീവിതം. അള്ളാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ ഏതാനും ചില രോമങ്ങൾ നരച്ചു കണ്ടപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങേക്ക് പെട്ടെന്ന് നരബാധിച്ചുവല്ലോ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അറബികൾക്ക് സ്വാഭാവികമായും നരബാധ തുടങ്ങുന്ന പ്രായം 70 വയസ്സ് മുതലാണ്. ഹബീബായ തങ്ങൾക്ക് മദീനയിൽ എത്തുമ്പോഴേക്കും നരച്ചിട്ടുണ്ട്. അജ്ജല ഇലൈഹി ശൈബ്, തങ്ങളെക്കാൾ പ്രായമുള്ള എല്ലാവരും ആർക്കും നരച്ചിട്ടില്ല. സിദ്ദീഖ് തങ്ങൾ ഇത് കണ്ടുകൊണ്ട് ചോദിച്ചു, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്. നബിയെ, നിങ്ങൾക്ക് എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം? തങ്ങൾ പറഞ്ഞ വാക്കെന്താ അറിയോ? ശയ്യബത്നി ഹൂദുൻ വ അഖവാതുഹാ. സൂറത്ത് ഹൂദും, ഹൂദ് സൂറത്തും അതിന്റെ പരിസരത്തുള്ള സൂറത്തുകളും ഒക്കെയാണ് എനിക്ക് ഇങ്ങനെ നിരവരാൻ കാരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സൂറത്തിന്റെ ആശയങ്ങൾ കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ വന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, മാ ശയ്യബക മിൻ ഹൂദിൻ വ അഖവാതിഹാ, മാ ശയ്യബക മിൻ ഹൂദിൻ വ അഖവാതിഹാ. സൂറത്ത് ഹൂദിൽ നിന്നും അതിന്റെ അടുത്തുള്ള സൂറകളിൽ നിന്നും അങ്ങയെ നിരബാധിപ്പിക്കാൻ മാത്രം വിഷമിപ്പിച്ച വാക്കുകൾ എന്താണ് നബിയെ? ഖൗലുഹു തആല ഫസ്തഖിം കമാ ഉമിർത്. നബിയെ, നിങ്ങളോട് എങ്ങനെയാണോ നേരെ നിൽക്കാൻ പറഞ്ഞത് അങ്ങനെ നേരെ നിൽക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത്. നിങ്ങളോട് എങ്ങനെയാണോ നേർവഴിയിൽ നിൽക്കാൻ ഞാൻ പറഞ്ഞത്, ലവലേശം വഴി തെറ്റാതെ നിങ്ങൾ നേർവഴിയിൽ നിൽക്കണം എന്ന അള്ളാഹുവിന്റെ വചനം ഉൾക്കൊള്ളപ്പോൾ, അതിനെ സംബന്ധിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് പേടി വന്നതാണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫസ്തഖിം കമാ ഉമിർത്. ഞാൻ എങ്ങനെയാ പറഞ്ഞത് അങ്ങനെ നേർവഴിക്ക് ജീവിക്കണം കേട്ടോ. നമ്മളിതൊക്കെ ഓതി പോകുന്നുണ്ട് വളരെ കൂളായിട്ട്, നമുക്കൊരു പേടിയും തോന്നിയിട്ടില്ല, നമ്മളൊന്നും ആലോചിച്ചിട്ടില്ല. ഫസ്തഖിം കമാ ഉമിർത്. ഞാൻ പറഞ്ഞ പോലെ ജീവിക്കണം കേട്ടോ, പറഞ്ഞ പോലെ ജീവിക്കണം. അതാ വാക്കിന്റെ അർത്ഥം. അതെനിക്ക് സാധ്യമാകുമോ? അത് അള്ളാഹു ഉദ്ദേശിച്ച പോലെ ഞാൻ ആയിട്ടുണ്ടോ? ആര് ചിന്തിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഅസൂമല്ലേ, പാപ സുരക്ഷിതരല്ലേ നബി? നിബിതങ്ങൾക്ക് പാപങ്ങളില്ലല്ലോ. പാപങ്ങളിൽ നിന്ന് പ്രൊട്ടക്ഷൻ. ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. ഐ സതറല്ലാഹ്. അള്ളാഹു നിങ്ങൾക്ക് പാപങ്ങൾക്കിടയിൽ മറവച്ചിട്ടില്ലേ നബിയെ? അങ്ങനത്തെ നബിയല്ലേ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? പക്ഷെ ഹബീബിന് പേടിയാണ്. നമ്മൾ എന്തൊരു ധൈര്യത്തിലാണെന്നറിയാം. സ്വഹാബത്തിന് ധൈര്യം കിട്ടിയിട്ടില്ല. സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞാൽ പോലും സ്വഹാബികൾക്ക് ധൈര്യമായിട്ടില്ല. ഹുദൈഫത്ത് റളിയല്ലാഹു അൻഹു സാഹിബു സിദ്ദി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യതകൾ അറിഞ്ഞിരുന്ന സ്വഹാബിയാണ്. സീക്രട്ടുകൾ, സെക്രട്ടറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. സെക്രട്ടറി എന്ന് പറഞ്ഞാൽ എന്താ? സീക്രട്ടുകൾ സൂക്ഷിക്കുന്ന ആള്, കുറെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാണ് നമ്മൾ സെക്രട്ടറി എന്ന് പറയാം. ഹബീബിന്റെ സെക്രട്ടറിയാണ് മഹാനായ ഹുദൈഫത്ത് റളിയല്ലാഹു തആല അൻഹു. മദീനയിലെ കപടവിശ്വാസികളുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് വിവരം കൊടുത്തു അല്ലാഹുവിന്റെ റസൂലിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ വിവരം കൊടുത്തു. മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്ന ചില ആളുകൾ, അവരുടെ ഉള്ളിൽ ഇസ്ലാമിനോടുള്ള സ്നേഹമില്ല.
അവരുടെ ഉള്ളിൽ ഏകനായ അള്ളാഹുവാണ് ഈ ലോകത്തെ പടച്ചവൻ എന്ന വിശ്വാസമില്ല. പക്ഷേ എന്തോ ചില ലാഭം കിട്ടാൻ വേണ്ടി നബിയോടുകൂടെ നിസ്കരിക്കാൻ വരും. യുദ്ധത്തിന് ചിലപ്പോൾ പോകും. എങ്ങാണ്ടും നാശം സംഭവിക്കുന്ന കണ്ടാൽ ഒരു പിന്തിരിഞ്ഞോടും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. ഇവരുടെ പേര് വിവരം അള്ളാഹു അറിയിച്ചു കൊടുത്തു അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ലിസ്റ്റ് 20 ആളുകളുടെ പേരുകൾ. ഇവരൊക്കെ നബിയെ മുനാഫിക്കുകളാണ്, കപടവിശ്വാസികളാണ്. ആ പേര് വിവരം കിട്ടിയപ്പോ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല, ഇത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യമാണ്, രഹസ്യമാണ്. അത് ഏറ്റവും വലിയ അത്ഭുതം എന്താ അറിയോ? ഒരാൾ കപടവിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ടും നീ കാപട്യമുള്ള ആളല്ലേ എന്ന് അവരോട് മുഖത്ത് നോക്കി പറയൂല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് തന്റെ പ്രത്യേകത. അവർക്ക് തോന്നുന്നു നബിന്റെ വലിയ ഫ്രണ്ടാണ്. എല്ലാവർക്കും അങ്ങനെ തോന്നാം. അതാണ് അഷ്റഫുൽ ഖൽഖിന്റെ സ്വഭാവം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഖത്ത് നോക്കി പറയും. പക്ഷെ തങ്ങൾക്കറിയാം ഇവർ കപടവിശ്വാസികളാണ്, ഇവരുടെ ഉള്ളിൽ ഇതില്ല എന്ന് തങ്ങൾക്കറിയാം. പക്ഷെ തങ്ങളത് മുഖത്ത് നോക്കി പറയൂല. ആ വിവരം കൈമാറി. ഇങ്ങനെ ഒരു ലിസ്റ്റ് ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കിട്ടി എന്നറിഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു, യാ ഹുദൈഫ, 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 ആ പേരെനിക്കൊന്ന് പറഞ്ഞു തരോ? ഇല്ല, ഞാൻ പറഞ്ഞു തരൂല. ഹുദൈഫ, നിങ്ങൾ ആ പേരുകൾ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ചു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇല്ല. എന്നാൽ ഹുദൈഫ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്ന പേരുകളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന പേരുണ്ടോ എന്ന് എനിക്കൊന്ന് പറഞ്ഞു തരുമോ? ആരാ ചോദിച്ചത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഈ പറഞ്ഞ പേരുകളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന പേരുണ്ടോ ഹുദൈഫ? ഇല്ല ഉമറേ, നിങ്ങളുടെ പേരതിലില്ലെന്ന് പറഞ്ഞപ്പോഴാണ് അൽഹംദുലില്ലാഹ്, അച്ചവനെ നീ എന്നെ കപടവിശ്വാസിയാക്കിയില്ലല്ലോ, നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഉമർ തങ്ങൾക്ക് പേടിയാണ്. നമ്മളൊരു ഹജ്ജ് ചെയ്ത് വരുമ്പോഴേക്കും മാഷാ അല്ലാഹ് സ്വർഗത്തേക്ക് പോകാൻ ടിക്കറ്റ് കൈ കിട്ടിയെന്ന വിചാരം. നമ്മൾ ഉംറക്ക് പോയി വന്ന് റമദാൻ 27 പള്ളിയിൽ ഇരുന്നാൽ നമ്മളങ്ങ് ധൈര്യപ്പെട്ടു. ഉമർ തങ്ങൾ ചോദിക്കും, എന്റെ പേരതിലുണ്ടോ? ഇന്നൽ മുനാഫിഖീന ഫി ദർക്കിൽ അസ്ഫലി മിനൻ നാർ. കപടവിശ്വാസികൾ, hypocrites are in the lowest stage of the hellfire. ഏറ്റവും നരകത്തിന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള താഴെ തട്ടിലാണെന്നാണ് കപടവിശ്വാസികൾ. ഏറ്റവും ചൂടുള്ള ഭാഗത്ത്. ഞാൻ അതിലുണ്ടോ എന്ന് പേടിക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരാടറുത്ത് മാംസം കറി വെച്ച നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതേ വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ വാക്കുകൾ, അല്ലാഹുവേ, ഞാൻ ഒരു ആട്ടിൻ കുട്ടിയായി ജനിക്കുകയും എന്നെ ആളുകൾ അറുക്കുകയും മാംസമായി കഴിക്കപ്പെടുകയും ചെയ്ത് നാളെ പരലോകത്ത് ഞാൻ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ കൂനൂ തുറാബാ, നിങ്ങൾ മണ്ണുകളായി മാറിക്കോളൂ എന്ന് പറയപ്പെടാൻ മാത്രം ഒരു ജീവിയായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആര്? യാ ഉമർ, ഉമറേ, ലൗ സലക്ത ഫജ്ജൻ ലസലക ശൈത്വാനു ഫജ്ജൻ ഗൈറ ഫജ്ജിക യാ ഉമർ. ഉമറേ, നിങ്ങളൊരു വഴിക്ക് ഇങ്ങനെ നടന്നു വന്നാൽ പിശാച് ആ വഴിക്ക് നടന്നു വരികയില്ല. ഉമറേ, നിങ്ങളെ കണ്ടാൽ പിശാച് പോലും പേടിക്കുമെന്ന് പറഞ്ഞ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. പിശാച് പോലും വരില്ല ആ വഴിക്ക്. ഹബീബിന്റെ മുമ്പിൽ ഖുറൈശികളായ ഒരുപാട് പെണ്ണുങ്ങൾ വന്ന് നബി തങ്ങളുടെ വീട്ടുകാരോട് തമാശ പറഞ്ഞ് ചിരിക്കുന്ന സമയത്ത് മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് കയറി വന്നപ്പോ എല്ലാവരും ഓടി ഒളിച്ച നേരത്ത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യരിലെയും ജിന്നുകളിലെയും ശൈത്താന്മാർക്ക് ഉമറിനെ പേടിയാണല്ലോ. എല്ലാവരും ഓടി ഒളിച്ചു. അങ്ങനത്തെ ഉമർ തങ്ങളാണ് ഞാൻ നാളെ രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്നത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. കഅബാലയം പണിതീർത്തുകയും കഅബാലയത്തിന്റെ കല്ലുകൾ പെടുത്തു വെക്കുകയും ചെയ്തതിന്റെ ശേഷം, അല്ലാഹുവേ, ഞാനും എന്റെ പുത്രൻ ഇസ്മാഈൽ നബിയും ചെയ്തു വെച്ച ഈ കർമ്മം നീ അങ്ങ് സ്വീകരിക്കണേ അല്ലാഹ്. ആര് ദുആ ചെയ്തു? ഇബ്രാഹിം അലൈഹിസ്സലാം.
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. എല്ലാം കേൾക്കുന്ന പടച്ചവനെ, എല്ലാം അറിയുന്ന പടച്ചവനെ, ഞങ്ങളുടെ മനസ്സിന്റെ ഉദ്ദേശങ്ങൾ അറിയുന്ന അല്ലാഹ്, ഈ കർമ്മം നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. റമദാൻ കഴിഞ്ഞു പോകുമ്പോ ഈ റമദാൻ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ. നമ്മൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? നോമ്പ് നോറ്റു, അല്ലാഹുമ്മ ലക സുംതു വഅലാ റിസ്ഖിക അഫ്തർതു, നീ തന്ന ഭക്ഷണം കഴിച്ച് നോമ്പ് ഞാൻ മുറിച്ചു റബ്ബേ. നീ പറഞ്ഞ പോലെ നോമ്പ് നോറ്റിട്ടുണ്ട് പടച്ചവനെ. ذهب الظمأ وابتلت العروق وثبت الأجر إن شاء الله. നീ തന്ന വെള്ളം ഞാനങ്ങ് കുടിച്ചപ്പോൾ, എന്റെ തൊണ്ടയിലേക്ക് വെള്ളം ഇറങ്ങിയപ്പോൾ ദാഹം തീർന്നിട്ടുണ്ടല്ലോ. ഒരു തുള്ളി വെള്ളത്തിന്റെ വില എത്രയാണെന്ന് നോമ്പുകാരൻ പഠിക്കണമെന്നാണ് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളുടെ ഈ സുന്നത്ത് മനസ്സിലാക്കി തരുന്നത്. ഒരു തുള്ളി വെള്ളത്തിന്റെ അനുഗ്രഹം എത്രയാണ്. ഒരു മുറുക്ക് വെള്ളം ഇറക്കുമ്പോൾ ദ്വാരക്കണം, എന്ത്? ദഹബല്ലമ, എന്റെ ദാഹം പോയി. വബതല്ലത്തിൽ ഉറൂഖ്, ഞരമ്പുകളെല്ലാം നനഞ്ഞല്ലോ. എവിടെ? തൊണ്ടന്റെ മുഴുവൻ നനഞ്ഞിട്ടില്ല. അപ്പോഴും ദുആ ചെയ്യണം, എന്താ? എന്റെ ഞരമ്പുകളൊക്കെ നനഞ്ഞു, എന്റെ തൊണ്ടയൊക്കെ നനഞ്ഞു, ആശ്വാസമായി. ഒരു തുള്ളി വെള്ളം, എത്ര വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നത്, എത്ര വെള്ളം നമ്മൾ മലിനമാക്കുന്നത്. ഒരു തുള്ളി വെള്ളം എത്തുമ്പോൾ ദുആ ചെയ്യണം, എന്റെ തൊണ്ട നനഞ്ഞല്ലോ അല്ലാഹ്, ഇത് നീ ചെയ്ത അനുഗ്രഹമാണ്. എന്റെ ഞരമ്പുകൾക്ക് നനവ് ലഭിച്ചല്ലോ പടച്ചവനെ. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടും നമ്മൾ അല്ലാഹുവേ ഈ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തിട്ടുണ്ടോ? അതാ ചോദിക്കുന്നത്. നമ്മൾ അങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടോ? നമ്മൾ മനസ്സറിച്ച് ചോദിക്കും. നാളത്തെ നോമ്പിൽ നിയ്യത്ത് വെക്കുന്നു, തലേന്ന് രാത്രി നിയ്യത്തൊക്കെ വെക്കുന്നുണ്ട്. പക്ഷെ ഇന്നലെ നോറ്റത് നീ സ്വീകരിച്ചോ പടച്ചോനെ? അത് നീ എന്നെ ഒന്ന് കബൂലാക്കിയിട്ടുണ്ടോ? ഇങ്ങനെ നമ്മൾ ആരാ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ നീ സ്വീകരിച്ചോ? കഅബാലയം പണിതുയർത്തിയപ്പോഴാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ദുആ ചെയ്യുന്നത്, നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മൾ പള്ളി പണി കഴിഞ്ഞാൽ വിചാരിക്കും പള്ളിയല്ലേ എന്തായാലും അല്ലാഹ് സ്വീകരിക്കുന്ന ഉറപ്പല്ലേ. അല്ലല്ല, കഅബ ഉണ്ടാക്കിയപ്പോഴാണ് ചോദിച്ചത്. പള്ളി പണി ചെയ്തിട്ടും അല്ലാഹ് സ്വീകരിക്കാതിരിക്കാനൊക്കെ പറ്റും, അങ്ങനെയൊക്കെ ഉണ്ടാവും. തബൂക്ക് യുദ്ധം നടക്കുമ്പോഴാണ് മസ്ജിദുൽ ദിറാർ എന്ന് പറഞ്ഞ പള്ളി ഉണ്ടാക്കിയത് മുനാഫിഖീങ്ങൾ. പള്ളി തന്നെയായിരുന്നു. തബൂക്ക് യുദ്ധം കഴിഞ്ഞ് വരുമ്പോഴാണ് കേൾക്കുന്നത് മുനാഫിഖുകൾ പുതിയ പള്ളി തുടങ്ങിയിട്ടുണ്ട്. 4 ആൾക്ക് വേണ്ടി ജുമാ ഏർപ്പാടൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. 4 ആൾക്ക് വേണ്ടി ജുമാത്തുള്ളി ഉണ്ടാക്കി. സുബ്ഹാനല്ലാഹ്. അന്ന് മദീനയിൽ അങ്ങനെ സംഭവിച്ചു. മസ്ജിദ് ദിറാർ. ഏറ്റവും വലിയ രസം എന്താ അറിയോ? ഉദ്ഘാടനത്തിന് നമ്മൾ തങ്ങന്മാരെ വിളിക്കൂലേ, പണക്കട സയ്യിദന്മാരെ വരട്ടെ, അള്ളാഹിന്റെ റസൂലിനെ വിളിച്ചു ഉദ്ഘാടനത്തിന്. ഉണ്ടാക്കിയതാരാ? പച്ച കാഫിറുകൾ, മുനാഫിഖുകൾ ഉണ്ടാക്കിയ പള്ളിക്ക് ഉദ്ഘാടനത്തിന് നബിയെ വിളിച്ചു. അള്ളാഹു ആയത്തിറക്കി, പറ്റൂല നബിയെ, ലാ തഖും ഫീഹി അബദാ ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വാ മിൻ അവ്വൽ യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. പോകരുത് നബിയെ, ലാ തഖും ഫീഹി അബദാ, ഒരിക്കലും അവിടെ പോയി നിസ്കരിക്കണ്ട, അങ്ങൊരിക്കലും ആ പള്ളിയിലേക്ക് കയറരുത് നബിയെ, ഇത് അല്ലാഹു സ്വീകരിക്കാത്ത പള്ളിയാണ്. മദീനയിൽ ആ പള്ളി കരിച്ചു കളയാൻ പറഞ്ഞു. ഫിത്ന ഉണ്ടാക്കിയതായിരുന്നു, പാർട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ. ലാ തഖും ഫീഹി അബദാ വല്ലദീന, ചില ആളുകൾ തഖദൂ മസ്ജിദൻ ദിറാറൻ, മുസ്ലിമീങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ ഉണ്ടാക്കിയത്. നിയ്യത്ത് എന്നതിനനുസരിച്ച് കൂലി കിട്ടുള്ളൂ. അറബിന്റെ പൈസ കൊണ്ടൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ? നല്ല സ്വീകരിച്ചോളന്നില്ല. അറബിക്ക് കൂലി കിട്ടും, പക്ഷെ ഇവിടെ ഉണ്ടാക്കിയത് എന്തിനാന്ന് ആലോചിക്കണം. ഏത് വിഷയം അങ്ങനെയാണ്. ഇസ്ലാമിന്റെ വിഷയങ്ങളൊക്കെ നിയ്യത്തിന്മേല കിടക്കുന്നത്. പള്ളിന്റെ പെയിന്റും ചുരുക്കൊന്നുമല്ല, വലുപ്പവും മിനാരത്തിന്റെ ഹൈറ്റോ ഇതൊന്നും വിഷയമല്ല. അത് ഉണ്ടാക്കിയത് എന്തിനാണ്? ലക്ഷ്യം എന്താ? എന്തിനാ നമ്മൾ നോമ്പ് വെച്ചത്? അല്ലാഹു നോക്കുന്നത്. എന്തിനു നമ്മളിത് ചെയ്തത്? എന്തിനു നമ്മൾ ഉംറ ചെയ്തു? എന്തിനു നമ്മൾ സത്യം പറഞ്ഞ് ജീവിക്കുന്നു? എന്തിനു നമ്മൾ ആളുകളെ വഞ്ചിക്കാതെ ജീവിക്കുന്നു? എന്താ നമ്മുടെ ലക്ഷ്യം? ആ ലക്ഷ്യം നന്നായാൽ മാത്രമേ അല്ലാഹു കബൂലാക്കുന്നുള്ളൂ. അത് മാത്രമോ? കബൂലാക്കണേ എന്ന് ദുആ ചെയ്യണം. റബ്ബനാ തഖബ്ബൽ മിന്നാ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. ഇനി അത് ദുആ ഇറക്കേണ്ട സമയമാണ്. പരിശുദ്ധ റമദാൻ യാത്ര പറഞ്ഞു പോവുകയാണ്. ഞാൻ ഇനി വരുമോ എന്നറിയില്ല, ഞാൻ വരുമ്പോൾ നിങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ലെന്ന് റമദാൻ ഇങ്ങനെ പറയുന്ന പോലെ ഞാൻ പോവാണ്.
റബ്ബനാ അല്ലാഹുവേ തഖബ്ബൽ മിന്നാ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യാൻ പഠിപ്പിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ വല്ലിപ്പയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കഅബ ഉണ്ടാക്കിയപ്പോഴാണ് ദുആ ഇരുന്നത് എന്ന അതിൽ ഏറ്റവും വലിയ അത്ഭുതം. കഅബ ഉണ്ടാക്കി പിന്നെ എന്തിനാ ദ്വാരക്കേണ്ടത്? കഅബ അള്ളാഹുവിന്റെ, അള്ളാഹ് ഉണ്ടാക്കാൻ പറഞ്ഞു. അള്ളാഹു കൊണ്ടുവന്നത് ഇബ്രാഹിം നബിയെ ഫലസ്തീനിൽ നിന്ന് മക്കയിലേക്ക്, കുറെ മലകളുടെ ഇടയിൽ. എവിടെയാണ് കഅബ എന്നറിയോ? ഇല്ല. കുറെ കാക്കകളെ പറഞ്ഞു വെച്ചു. ആ കാക്കകളെ കാണുമ്പോൾ നോക്കണം താഴേക്ക്, അവിടെ ഉറുമ്പുണ്ടാകും. അടയാളങ്ങൾ പറഞ്ഞെടുത്തു, മേഘം ഇറക്കി കൊടുത്തു. അതിൻ്റെ ഒക്കെ പരിസരത്ത് തപ്പി നോക്കിയാൽ ഒരു ഫൗണ്ടേഷൻ കാണും, അതിനടുത്തേക്ക് കഅബാലയത്തിന്റെ ചുമരുകൾ എന്ന്. അത് അള്ളാഹുവിന്റെ മുഴുവൻ ഡിവൈൻ ഇൻസ്പിറേഷൻ, അള്ളാഹു നൽകുന്ന ഡിവൈൻ റെവലേഷൻ, അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് ചെയ്ത പള്ളിയാണ്. എന്നിട്ടും ഇബ്രാഹിം നബി എന്താ പറഞ്ഞെന്നറിയോ? റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഇത് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാഹ്. അള്ളാഹു നമ്മുടെ നോമ്പൊക്കെ സ്വീകരിക്കട്ടെ, നമ്മുടെ റമദാൻ അള്ളാഹു കബൂൽ ചെയ്യട്ടെ, നമ്മൾ ചെയ്ത ദാനധർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ, നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا تقبل منا إنك أنت السميع العليم. എല്ലാം അറിയുന്ന പടച്ചവനെ, നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണമേ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. അല്ലാഹുവിനെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കുന്നവരിൽ നിന്നേ അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. അതാ വിഷയം. സൂക്ഷ്മതയുള്ളവരിൽ നിന്നേ അല്ലാഹു സ്വീകരിക്കുന്നുള്ളൂ. അല്ലാത്തതൊക്കെ നോമ്പോറ്റോ, ആ നോറ്റു, നിസ്കരിച്ചു, ഇത് ഫയലിൽ സ്വീകരിക്കോ? സ്വീകരിക്കാൻ പറ്റൂല, നമുക്ക് പരിഗണിക്കാൻ പറ്റൂല, പരിഗണക്കിന് എടുക്കൂല. സംഭവമൊക്കെ നിസ്കരിച്ചു. അല്ലാഹു ചില ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു അവർത്തങ്ങൾ, എത്രയോ ആളുകൾക്ക് മുസ്ലിമായിട്ട് ജീവിച്ച് പ്രായം ഒരുപാടെന്ന് തലമുടിയെല്ലാം നരച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക് ആകുമ്പോഴേക്കും ഒരു നിസ്കാരം പോലും സ്വീകരിക്കപ്പെടാത്തതുണ്ടാകാം. ഒരുപാട് കാലം നിസ്കരിച്ചിട്ടുണ്ട്, അള്ളാഹു സ്വീകരിച്ചത് ഒന്നുപോലും ചിലപ്പോൾ ഉണ്ടാവില്ല. അല്ലാഹുവിനെ ഭയപ്പെടുന്നവരിൽ നിന്നേ അല്ലാഹു തആല അമലുകൾ സ്വീകരിക്കുന്നുള്ളൂ. സ്വീകാര്യത, അല്ലാഹു അമലുകൾ, കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് അല്ലാഹുവിന്റെ മഹത്തായ ഫളല. ഇഖ്ലാസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, ഞാൻ ഇഖ്ലാസോടുകൂടെ പറയാണ്, അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ മതി. ഇഖ്ലാസ് പടച്ചവനെ മാത്രമേ അറിയുള്ളൂ. വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്, അങ്ങനെയല്ല, ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ആത്മാർത്ഥത ഉണ്ടോ ഇല്ലേ, അത് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. മലക്കുകൾക്ക് എഴുതി വെക്കാൻ പറ്റാത്ത സംഗതിയാണ് ഇഖ്ലാസ്. മലക്കുകൾക്ക് എഴുതി വെക്കാൻ കിട്ടൂല. നമ്മൾ 10 രൂപ കൊടുത്തു, ആ കൊടുത്തത് പത്രത്തിലെ ഫോട്ടോ വരാനാ. നമ്മുടെ മലബാർ വാർത്തയിലോ ഉത്തരദേശത്തിലോ ഏതെങ്കിലും ഒരു പത്രത്തിൽ ഫോട്ടോ വരണം നമ്മളെ കൊടുക്കണത്. അതിനെ കവറൊക്കെ ഉണ്ടാക്കി കുറച്ച് പൈസ ഒക്കെ ചെലവാക്കിയത്. പൈസ കൊടുക്കുക, സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് മലക്കൾ രേഖപ്പെടുത്തും. റമദാൻ മാസം 28 അന്ന് വൈകുന്നേര സമയം ഇതാ ഒരു സംഭാവന ചെയ്തിട്ടുണ്ട്, ഫുലാൻ ഇബ്നു ഫുലാൻ. നാളെ അള്ളാഹു എടുത്തിട്ട് ചോദിക്കുന്ന, നീ ചെയ്തത് ഇതിനല്ലേ? അതവിടെ കഴിഞ്ഞു, അവിടെ പ്രിന്റ് ചെയ്ത് വന്നു, ആൾക്കാരൊക്കെ വായിച്ചു, ഇനി ഇവിടെ ഒന്നുമില്ല. എന്തുകൊണ്ട് മലക്കുകൾ അത് എഴുതി വെച്ചു എന്നാണ്? മലക്കുകൾക്ക് അറിയൂല മനസ്സിന്റെ ഉള്ളിൽ നിയ്യത്ത് എന്താണ്, അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുകൊണ്ടാണ് ഒരാളും എനിക്ക് ഇഖ്ലാസ് ഉണ്ട് എന്ന് പറയരുത് പറയാൻ. പറയണ്ട, അവിടെ ഉണ്ടായാൽ മതി, പറയേണ്ട ആവശ്യമില്ല. ഞാൻ ആത്മാർത്ഥമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്, അങ്ങനെയൊന്നും പറയണ്ട. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാണ്,